ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം മോശമായ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്വർണ്ണക്കടക്കാർ ഇവരെ കടയുദ്ഘാടനത്തിനും ചില പ്രോഗ്രാമിനൊക്കെ വിളിക്കും. ആ സ്ഥലങ്ങളിലെല്ലാം ചിലർ മനഃപൂർവ്വം പങ്കെടുത്ത് ഇവരെ അവമാനിച്ചിട്ടുണ്ട്. അതുപോലെ ബോച്ച എന്നയാള് ഇവരുമായിട്ട് ഒന്നിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് അയാള് ദ്വയാർത്ഥ പ്രയോഗം, ഡബിൾ മീനിങ് ഉള്ള ചില വാക്കുകൾ പറയുന്നു. ഇവരെ കണ്ടിട്ട് കുന്തിദേവിയെ ഓർമ്മ വന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. സ്ത്രീത്വത്തെയും സ്ത്രീകളെയും അവമാനിക്കുന്നത് നല്ലതല്ല, കുറ്റകരമാണ്. ഇന്ത്യയിൽ അത് മനസ്സിലാക്കണം. പല ആൾക്കാരും ബോഗസായ അഡ്രസ്സിലിട്ടിട്ട് വൾഗറായ കമൻറ്റുകൾ ചില നടിമാർക്കും ചില വ്യക്തികൾക്ക് സ്ത്രീകൾക്ക് എതിരായിട്ട് ഇടുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ബോഗസായിട്ട് ഇടുന്നവരൊരു കാര്യം മനസ്സിലാക്കി നിങ്ങളെ ട്രേസ് ചെയ്യും. അതിൻ്റെ പുറകെ നടക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പോലീസ് നിങ്ങളുടെ വീട്ടിലെത്തും. 12 വയസ്സിന് മുകളിൽ കൊച്ചു കുട്ടികളെ കൊണ്ട് ചിലർ കമൻ്റ് ഇടും. അത് അത്ര വലിയ മിടുക്കന്മാരാകണ്ട. കാരണം 12 വയസ്സ് മുകളിലോട്ടുള്ള കുട്ടികൾക്കെതിരായിട്ട് പോലീസ് നടപടി എടുക്കും. അവരുടെ ഭാവി ജീവിതത്തിന് അത് ദുഷ്കരമാകും. ഭാവി ജീവിതം അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. പോലീസ് റെക്കോർഡിനകത്ത് വരും. അതുകൊണ്ട് 12 വയസ്സുകളിലും 18 വയസ്സിനിടയ്ക്കുള്ള മൈനർ കുട്ടികളെ കൊണ്ട് പലരും ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇടിയിപ്പിക്കുന്നുണ്ട്. അതുപോലുള്ള വൾഗാരിറ്റി കാണിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികൾക്ക് ആരാണ് പിതൃത്വം നൽകിയത്, ആ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതാര്, അവരും കേസിലെ പ്രതിയാകും. എന്തായാലും ഹണി റോസിനെതിരായി വളരെ മോശമായ കമൻറ്റുകൾ അവരുടെ ഫേസ്ബുക്ക് പേജിലും മറ്റും പലരും ഇട്ടു. എന്തായാലും അവരെ മുന്നോട്ട് വന്നു, കേസ് കൊടുക്കാൻ തയ്യാറായി. നല്ല കാര്യം. കാരണം കുറേ നാളുകളായി പല സ്ത്രീകളെയും കുട്ടികളെയും പെൺകുട്ടികൾക്ക് അപമാനിക്കുന്ന രീതിയിൽ, വളരെ മ്ലേച്ഛമായ രീതിയിൽ, മോശമായ പദപ്രയോഗത്താൽ പല പ്രയോഗങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ യൂട്യൂബിനകത്ത് പല കാര്യങ്ങളും പറയുമ്പം അതിനിടയിൽ വളരെ വൾഗറായ കമൻറ്റുകൾ ഇട്ട് മിടുക്കന്മാരാകാൻ ശ്രമിക്കുന്ന ധാരാളം പേരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിനി സൂക്ഷിച്ചോളുക. അതിൻ്റെ അവസാനമായി കഴിഞ്ഞിരിക്കുന്നു. ഹണി റോസ് ഇപ്പം കൊടുത്തിരിക്കുന്ന ശക്തമായ ഒരു കേസ് തന്നെ, യാതൊരു സംശയമില്ല. അവരെ അഭിനന്ദിക്കുകയാണ് ഞാൻ. കാരണം അവരെ പറ്റി മോശമായ ഒത്തിരി കമൻറ്റുകൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അവർ സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ്. അവരാ സൗന്ദര്യത്താൽ സിനിമയിലൊക്കെ കയറി പറ്റിയിരിക്കുന്നു. പക്ഷേ അവരോട് ഒപ്പം ഡാൻസ് ചെയ്യാൻ പലരും തയ്യാറാകുന്നു. നല്ല കാര്യം ചെയ്തോളൂ. പക്ഷേ ആ സ്ത്രീത്വത്തെ അവമാനിച്ചുകൊണ്ടോ അവരുടെ ദേഹത്ത് തൊട്ടുകൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി മോശമായി ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ഇന്ത്യയിൽ ഇവിടെ നിയമങ്ങളുണ്ട്. ഇപ്പം പാലാരിവട്ടം പോലീസിന് ഒരു പരാതി ഇവർ കൊടുത്തു. അതോടുകൂടി നല്ലൊരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എറണാകുളം പാലാരിവട്ടം പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ഞായറാഴ്ച രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചില സെക്ഷൻ അത് സൂക്ഷിച്ചോളുക. 75 BNS ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഉള്ളതാണ്. 3 വർഷത്തെ തടവ്, റിഗറസ് ഇംപ്രസ്മെന്റ്, കഠിന തടവ് വിധിച്ചിരിക്കുന്ന ഒരു വകുപ്പാണ് 75 BNS. അത് നേരത്തെ നമുക്കറിയാം 354D, 355 IPC അങ്ങനെയുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ BNSൽ അത് 3 വർഷം. അതുപോലെ തന്നെ 75-നകത്ത് സെക്ഷുവലി കളേർഡ് റിമാർക്സ്, ദ്വയാർത്ഥ പ്രയോഗം, അത് സ്ത്രീകളെ കൊള്ളിച്ചു പറയുക. ഇപ്പം തന്നെ ബോച്ച എന്ന് പറഞ്ഞ ആൾ കുന്തിദേവിയുടെ ഒപ്പം അവരെ ഓർമ്മ വരുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് ദ്വയാർത്ഥങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് പണിഷബിൾ ആണ്. അത് കൂടാതെ ഞാൻ പറയുന്ന അതിൻ്റെ കൂടെ 131 BNS കൂടെ ഇടാം. കാരണം അതിനും ഒരു 2 വർഷം കിടക്കട്ടെ അവിടെ. അത് തന്നെയല്ല, ഇന്ത്യൻ IT ആക്ട് പ്രകാരം 67 പ്രകാരം കൂടെ പോലീസിന് എവിടം കയറി റെയ്ഡ് ചെയ്യാം. ആ ആക്ട് ഇതിനകത്ത് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അത് സൂക്ഷിക്കുക. 7 വർഷം ആദ്യത്തെ റിമാർക്സിന് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ ഡെറോഗേറ്ററി അല്ലെങ്കിൽ അപമാനകരമായ അപകീർത്തികരമായ കമൻ്റ് ഇട്ടാൽ, സംസാരം വന്നാൽ, ഇലക്ട്രോണിക്സ് മീഡിയയിൽ എഴുതിയിട്ടാൽ
7 വർഷത്തോട്ട് പോകും. അതോടൊപ്പം തന്നെ രണ്ടാമത് വീണ്ടും അത് അവഗണിച്ച് അടുത്ത കമന്റ് ഇട്ടാൽ 10 വർഷത്തോട്ട് പോകും. സെക്കൻഡ് ഒഫൻസ് ആണ് അത്. അതുകൊണ്ട് ആൾക്കാർ ഈ മോശമായ കമന്റ് ഇടുന്ന മാന്യന്മാർ സൂക്ഷിക്കുക. കാരണം കേസ് കൊടുക്കാൻ പലരും തയ്യാറാവുന്നുണ്ട്. നല്ല കാര്യം. ഇപ്പം തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അണി റോസ് കൊടുത്ത കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുമ്പളത്തുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പ്രായം 60 വയസ്സ് എത്തിയിട്ടും അയാൾക്ക് അടങ്ങിയിരിക്കാറായില്ല. ഇതുപോലെ മ്ലേച്ഛമായ പദങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആളാണ്. അത് അയാൾ ഇലക്ട്രോണിക് ഫോമിൽ ഇതിനകത്ത് ഇട്ടു. 7 വർഷം അകത്തോട്ട് പോകട്ടെ. ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർ, മനഃശുദ്ധി ഇല്ലാത്തവർ, അതുകൊണ്ട് ഹൃദയത്തിൽ മാലിന്യം കൊണ്ട് നടക്കുന്നത്, തലയ്ക്കകത്ത് മാലിന്യം കൊണ്ട് നടക്കുന്നത്, ഉള്ളൊരു സമൂഹത്തിൽ ധാരാളം പേരെ കാണുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഭയവും ഇല്ല നിയമത്തെ. ഇപ്പം അതിനുള്ള നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. IT ആക്ടിനകത്തുണ്ട്, അതോടൊപ്പം തന്നെ BNS-ലുണ്ട്, നേരത്തെ IPC-യിലുണ്ട്. അധികം പേര് അത് പ്രയോഗിക്കാറില്ല. കാരണം അവരെ നാറ്റിക്കുമെന്ന് കരുതി അവരാരും രംഗത്ത് വരാറില്ല. പക്ഷേ ഇപ്പോൾ ആൾക്കാർ അതൊക്കെ മറന്നിരിക്കുന്നു. അവർക്കതൊന്നും പ്രശ്നമില്ല. അവർക്കെതിരായിട്ട് മോശമായ പദപ്രയോഗങ്ങൾ, ദ്വയാർത്ഥങ്ങൾ, ആക്ഷന്, കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ അത് ഡെറോഗറ്ററി റിമാർക്സ് ആയിട്ട് തന്നെ വരും. അപകീർത്തികരമായ ഇതിനെതിരായിട്ട് ശക്തമായ നടപടി പോലീസ് എടുക്കാൻ പോയാൽ 3 വർഷം മിനിമം കിടക്കണം. 7 വർഷത്തിലേക്കും 10 വർഷത്തിലേക്കൊക്കെ പോകും. അതുകൊണ്ട് എറണാകുളത്തെ എറണാകുളം സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നു. കാരണം കൃത്യമായ വകുപ്പ് ചേർത്തിരിക്കുന്നു. അവരുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു. ഒരാളെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 30 പേർക്കെതിരായിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. വളരെ നല്ല കാര്യം. 29 എണ്ണം കൂടെ അകത്തോട്ട് പോകട്ടെ. ഈ രീതിയിലുള്ള സംസാര രീതിയുള്ള കേരളത്തിലെ നമ്മുടെ സാംസ്കാരികമായ ഉന്നതയിൽ നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായ 100% വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഈ രീതിയിലുള്ള മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കരുത്. മ്ലേച്ഛമായ ആക്ഷൻ കണ്ണുകൊണ്ട് കാണിക്കരുത്. മ്ലേച്ഛമായ ആക്ഷൻ കൈകൊണ്ട് കാണിക്കരുത്. മുഖം കൊണ്ടും കാണിക്കരുത്. ശ്രദ്ധിച്ചോളുക. ഇതുപോലുള്ള നടപടികൾ വരും. അതിന് പലരും കേസ് കൊടുക്കാനും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മാന്യന്മാരെല്ലാവരും അത് ഒളിവിലോട്ട് പോയിരിക്കുന്നു. പലരും അവരുടെ ഒറിജിനൽ പേരല്ലാതെ വേറെ പല രീതിയിലൊക്കെ അവർ കളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും വിലപ്പോകില്ല. നിങ്ങൾ ഇലക്ട്രോണിക്സ് ഫോം ഏതെങ്കിലും രീതിയിലാണ് അവരെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ട്രേസ് ചെയ്യും. അത് കുട്ടികളാണേലും സഹിക്കുകയും, വേറെ അംഗപരിമിതിയുള്ളവർ കാണിച്ചിട്ട് ഞാൻ അറിയാതെ ചെയ്തെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അതിനൊക്കെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.